ഹായ്, വെൽക്കം ടു ഡിന്നർ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ചിക്കൻ മജ്ബൂസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റോട് കൂടി ചിക്കൻ മജ്ബൂസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. ചിക്കൻ മജ്ബൂസിന് ഞാൻ എടുത്തിരിക്കുന്നത് സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്, ടൊമാറ്റോ കെച്ചപ്പ്, ഓയില് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, നെയ്യ്, ശേഷം ചിക്കൻ്റെ സ്റ്റോക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാലയായി ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഗ്രാമ്പൂ, 2 സ്റ്റാർ സീഡ്, കുറച്ച് ഏലക്ക, കുറച്ച് കുരുമുളക്, ഒരു ഡ്രൈ ലെമണ്, കുറച്ച് 2 ചെറിയ പീസ് കറുവപ്പട്ട, കുറച്ച് വയണയില, ഇത്രയും കൂടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. സവാള ഏകദേശം ഒരു 3 എണ്ണമാണ് ഞാൻ ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതേപോലെ പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പേസ്റ്റാക്കി എടുക്കണം. തക്കാളി ഒരു 3 തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ മസാല പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ജീരകം ചെറുതായിട്ട് വറുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ്. ജീരകം വറുത്ത് ക്രഷ് ചെയ്ത് എടുത്തതാണ്. ഇത്രയുമാണ് മസാലപ്പൊടികൾ. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാഗിയുടെ ചിക്കൻ്റെ ക്യൂബ്. ഇത് ഒരെണ്ണത്തിൽ 1-ൽ 2 ക്യൂബോളം ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഏകദേശം ഒരു 2 കിലോ ചിക്കന് ഞാൻ കഴുകി വൃത്തിയാക്കി വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ബസ്മതി റൈസ് ഞാനിപ്പോൾ ഏകദേശം 2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ml ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം ഒരു 8 ഗ്ലാസ് ഞാൻ അരിയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ ഞാൻ കുതിർത്ത് വെക്കുകയാണ്. അടുത്തതായിട്ട് ഞങ്ങൾക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് ഉരുക്കിയെടുക്കുന്നതാണ്. നെയ്യ് ഉരുക്കി വരുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇത് ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ മസാലകളും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ആയിട്ടുള്ള ലെമണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുകൂടി ഇട്ട് വഴറ്റിയിടുകയാണ്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഞാൻ എടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതൊന്ന് ചതച്ച് വേണം ഇടാൻ. അതിനുശേഷം മുളക് അത് 2ആയിട്ട് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ എടുക്കുന്ന ചിക്കൻ സ്റ്റോക്കിലൊക്കെ ഉപ്പുള്ളതാണ്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ആദ്യമേ ഉപ്പ് അധികം ഇട്ട് കൊടുക്കരുത്. പിന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നമ്മളിത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും. എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ച 2 ചിക്കൻ്റെ ക്യൂബ്സും കൂടി മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് കൂടി ഇട്ടു.
ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഇതിന് ഞാൻ ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം ഇത് വെന്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്, ഇത്രയും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഒന്ന് നല്ലതുപോലെ പിടിച്ചു വരാനായിട്ട് ചെറിയൊരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ ചിക്കനിൽ ചെറുതായിട്ടൊന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം ചിക്കൻ ഇത് ഓരോ പീസായിട്ട് ഞാനിപ്പോൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. മസാല എല്ലാം പിടിക്കത്തക്കവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചിക്കൻ വീണ്ടും കൂടെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതിന് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് വെന്തെടുക്കണം. ഈ അരപ്പെല്ലാം വീണ്ടും ചിക്കനിൽ പിടിച്ച് ഒന്നുകൂടെ ഒന്ന് ചിക്കന് വെന്ത് കിട്ടണം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നതാണ്. ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഞാൻ ചിക്കന് ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നതാണ്. വെള്ളമെല്ലാം മാറ്റി ചിക്കൻ മാത്രമായിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ബാക്കി വന്നിരിക്കുന്ന അരപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഹാഫ് നാരങ്ങ പിഴിഞ്ഞ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹാഫ് നാരങ്ങ പിഴിഞ്ഞത്, കുറച്ച് ഉപ്പ് അതുകൂടി ചേർത്ത് ഇത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. അടുത്തതായി നമ്മളെടുത്ത് ചിക്കൻ ഇനി ഷാലോ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നതാണ്. നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒരു ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇത് നമുക്ക് ചിക്കനിൽ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിനുശേഷം ചിക്കനിലേക്ക് ഇതൊന്ന് പുരട്ടിയെടുക്കുക. കുറച്ച് നേരം ഇത് ഈ അരപ്പ് പിടിക്കാനായിട്ട് നമുക്ക് ചിക്കന് മാറ്റി വെക്കാം. നമ്മൾ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുതിർത്ത അരി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ റൈസ് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കുക. നല്ലതുപോലെ റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനിതൊന്ന് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊന്ന് ആവിയിലൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇതിലേക്ക്, കുറച്ച് എണ്ണ മാത്രമേ എടുത്താൽ മതിയാവും. അതിലേക്ക് ചിക്കൻ ഇട്ട്, ഓൾറെഡി ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിയതാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് അരപ്പെല്ലാം ഒന്ന് മൂത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മൾ വെന്തിരിക്കുന്ന റൈസിലേക്ക് എടുത്ത് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് ഇതേപോലെ വീട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി കാണാം. സ്റ്റേ ഹെൽത്തി. താങ്ക് യു.